1896 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള ഒരു ഇരുനില വീട്ടിന്റെ താഴത്തെ സൺഷെയ്ഡ് പണിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഈ കാണുന്ന സിറ്റൗട്ടിന്റെ ഇരുവശത്തും ലിൻഡൽ ലെവലിൽ നിന്നും 8 ഇഞ്ച് ഹൈറ്റുള്ള ബീം അടിച്ചതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് സൺഷെയ്ഡുകൾ അടിച്ചിട്ടുള്ളത്. ഈ വീട്ടിലെ മുൻവശത്തെ എലിവേഷനിൽ കൊടുത്തിട്ടുള്ളതുപോലെ സിറ്റൗട്ടിൽ അടിച്ചിട്ടുള്ള സൺഷെയ്ഡുകളിലും 2 ഇഞ്ചിന്റെ പോലെ പല്ലുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. എല്ലാ ചുമരുകളിലും 6 ഇഞ്ച് പൊക്കത്തിലാണ് ലിൻഡൽ ബീമിനായിട്ട് പലക അടിച്ചിരിക്കുന്നത്. നല്ല മഴയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഹാളിലും ബെഡ്റൂമിലുമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെള്ളങ്ങളൊക്കെ നല്ല രീതിയിൽ കെട്ടിക്കിടപ്പുണ്ട്. എല്ലാ സൺഷെയ്ഡുകൾക്കും കറക്റ്റ് 60 സെന്റിമീറ്റർ തള്ളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഹാളിന്റെ ഈ കാണുന്ന ഭാഗത്താണ് സ്റ്റെയർ കേസുകൾ പണിയുന്നത്. 6 ഇഞ്ചിന്റെ റൈസറും 10 ഇഞ്ചിന്റെ ത്രെഡും അതുപോലെ തന്നെ 3 അടി വീതിയിലുമാണ് സ്റ്റെയർ കേസ് പണിയുന്നത്. ഇനി ഈ കാണുന്നത് വർക്ക് ഏരിയയാണ്. വർക്ക് ഏരിയയിൽ ചിമ്മിനി പണിയുന്നത് കൊണ്ട് സൺഷെയ്ഡിന്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ 1.5 അടി വീതിയിൽ ഒരു ലോഡി സ്ലാബ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് കിച്ചണാണ്. കിച്ചണിലും അതുപോലെ തന്നെ 1.5 അടി വീതിയിൽ ലോഡി സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാണുന്നത് ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിൽ ലോഡിംഗ് സ്ലാബുകളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി വരുന്നുണ്ട്. അതുപോലെ തന്നെ മുൻവശത്ത് കാണുന്ന മാസ്റ്റർ ബെഡ്റൂമിലും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ കാണുന്ന ബെഡ്റൂമിലും ലോഡിംഗ് സ്ലാബുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഇനി മുൻവശത്തേക്ക് വരുമ്പോഴത്തേക്ക് ചുമരിൽ നിന്ന് 2 അടി പുറത്തേക്ക് തള്ളി ചെറിയൊരു ബ്രേക്കർ കൂടി കെട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സൺഷെയ്ഡ് ഫ്രണ്ട് എലിവേഷന്റെ ഭാഗമായിട്ട് മുറിച്ചാണ് അടിച്ചിട്ടുള്ളത്. ഈ കാണുന്ന സൺഷെയ്ഡിന്റെ 3 ഭാഗത്തും അപ്പുറത്തെ ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളതുപോലെ തന്നെ 3 വശത്തും പല്ലുകൾ കൂടി കൊടുത്തിട്ടുണ്ട്.